തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിന് മുന്നിലെ മതിലും വില്ലേജ് ഓഫീസ് പൊതുമരാമത്ത് ഓഫീസ് കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റി നിലവിലുള്ള ബസ് സ്റ്റാൻഡിന്റെ സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി രാജീവൻ കപ്പച്ചേരി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് പൊതുജനം രംഗത്ത് വരണമെന്നും രാജീവൻ കപ്പച്ചേരി പറഞ്ഞു. നിലവിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിച്ചു കളഞ്ഞ് അവിടെ വാഹന പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്തണം. നിലവിലുള്ള റോഡ് താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിലൂടെ മെയിൻ റോഡിൽ പ്രവേശിക്കത്തക്ക വിധം രൂപമാറ്റം നടത്തണം. നിലവിലുള്ള ബസ് സ്റ്റാൻഡിൽ സ്ഥലപരിമിതിയുണ്ട്. ഇത് പരിഹരിക്കാൻ ഇത്തരം മാർഗങ്ങൾ കൈക്കൊള്ളണമെന്നും ട്രൂ വോയിസ് എന്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇതിനായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും രാജീവൻ കപ്പച്ചേരി പറഞ്ഞു. ഇവിടെയുള്ള ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ റവന്യൂ ടവറുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ആ വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ സൗകര്യക്കുറവ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബസ് സ്റ്റാൻഡിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ അതിൻ്റെ ഇവിടെയുള്ള റോഡ് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർത്തുകൊണ്ട് അവിടെ ആ താലൂക്ക് ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ അകത്തുള്ള ഇലക്ഷൻ്റെ ഓഫീസും അതുപോലെ തന്നെ ഈ നമ്മുടെ വില്ലേജ് പഴയ ഓഫീസും അതുപോലെ നമ്മുടെ PWD ഓഫീസ് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ ബിൽഡിങ്ങിലേക്ക് മാറ്റി PWD ഓഫീസും വേസ്റ്റായി കിടക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 12 മീറ്റർ വീതിയിലുള്ള സ്ഥലം എന്തായാലും ഈ സൈഡ് മുതൽ ഹൈവേയുടെ സൈഡ് മുതൽ അവിടെ മെയിൻ റോഡ് വരെയുള്ള സ്ഥലത്ത് 12 മീറ്റർ വീതിയിലുള്ള സ്ഥലം അപ്പുറത്തെ ഭാഗത്ത് എടുക്കാൻ പറ്റും. KC ഉവൈസും തളിപ്പറമ്പിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.